അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകി. വിമാനം ഇടിച്ചിറക്കിയ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ഇതുവരെ 21 മൃതദേഹങ്ങൾ എടുത്തതായാണ് വിവരം. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ യോഗം ചേർന്നു. വിമാനാപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എയർ ഇന്ത്യ നഷ്ടപരിഹാര തുകയും പ്രഖ്യാപിച്ചു. അബ്ദുൾ റഷീദ് സമഗ്രമായ വിവരങ്ങൾ നൽകും. അസിത, അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള വിമാനാപകടത്തിൽ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തത നേരത്തെ നിലനിന്നിരുന്നു. 294 പേരുടെ മരണമാണ് നേരത്തെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 270 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 270 പേരുടെ മൃതശരീരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഈ മൃതശരീരങ്ങളൊക്കെ തന്നെയും വിട്ടു നൽകുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികളിലേക്കാണ് ഇനി പ്രധാനമായും ആരോഗ്യവകുപ്പും അതോടൊപ്പം കേന്ദ്ര മന്ത്രാലയം കടക്കുന്നത്. ഇതിന് DNA പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുള്ള പത്തനംതിട്ടയിലെ രഞ്ജിത, നഴ്സായിട്ടുള്ള രഞ്ജിതയുടെ സഹോദരൻ രാവിലെ അഹമ്മദാബാദിലെത്തുകയും അദ്ദേഹത്തിന്റെ DNA സാമ്പിൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തോളമായിരിക്കും, അതായത് 72 മണിക്കൂറോളമായിരിക്കും ഈ DNAയുടെ ഫലം അറിയാനുള്ള സമയമെടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നതിന് ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും പിന്നീട് അതാത് കുടുംബങ്ങൾക്ക് കൈമാറുകയും ചെയ്യുക. അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അബ്ദുൾ റഷീദ്, എന്തായാലും DNA പരിശോധന പൂർത്തിയാക്കി എത്രയും വേഗം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.